ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു ഫുൾ ദുബായ് ഈവനിങ് ബ്ലോഗാണ് ഷെയർ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ദുബായ് മാൾ, ദെൻ ഐക്കോണിക് ബുർജ് ഖലീഫ ഫൗണ്ടെയിൻ ഷോ ആൻഡ് എൻഡിങ് വിത്ത് ദി അമേസിംഗ് ഫുഡ് എക്സ്പീരിയൻസ് അറ്റ് ഹൾട്ടിലാവോ ഹോട്ട് പോട്ട്. അപ്പം ഞങ്ങൾ ഈവനിങ് 4 o'clock ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ദുബായ് മാളിൻ്റെ അടുത്തെത്തി. ദുബായ് മാളിൽ ഞങ്ങൾ സിനിമ പാർക്കിങ്ങിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തത്. ദെൻ ഞങ്ങൾ പയ്യെ ലിഫ്റ്റൊക്കെ കയറി നേരെ ചൈന ടൗണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ നടന്ന ചൈന ടൗൺ ആണ് എൻ്റെ ദുബായ് മാളിലെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ്. ആ ലൈറ്റ്സ്, വൈബ് എല്ലാം വേറെ ലെവലാണ്. എല്ലാം ഒരു ചൈനീസ് തീമിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അവിടെ നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ദുബായ് ഫൗണ്ടെയിൻ എങ്ങോട്ടേക്കാണെന്ന് സെർച്ച് ചെയ്ത് പോകുന്ന വഴിക്ക് ഈ കാണുന്നത് ദി ഫേമസ് ഇൻഡോർ വാട്ടർഫോളാണ്. ഇത് എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, പക്ഷേ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഒരു അത്ഭുതം. അങ്ങനെ ബുർജ് ഖലീഫയുടെ അടുത്തെത്തിയപ്പോഴോ അവിടെ ഒരു പെരുന്നാളിനുള്ള ജനങ്ങളുണ്ട്. സൺഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എത്ര കണ്ടാലും നമുക്ക് മടുക്കാത്തൊരു കാര്യം. കാരണം അവർ ഓരോ വട്ടവും എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഞാൻ ഈ ഷോയുടെ മിഡിലാണ് എത്തിയത്. സോ അപ്പോൾ എനിക്ക് ആദ്യം മുതലേ ഒന്ന് കാണണം, അതും അടുത്ത് നിന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഷോ തീരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് അതിൽ കൂടെയൊക്കെ കുറച്ച് സമയം നടന്നു. കാരണം എവറി 15 minutesലാണ് ഈ ഷോ ഉള്ളത്. അങ്ങനെ 15 മിനിറ്റ് ചുമ്മാ അതിൽ കൂടെയൊക്കെ നടന്നു. അങ്ങനെ നടന്ന് ഞാൻ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ബുർജ് ഖലീഫ അടുത്ത് നിന്ന് കാണാനൊരു നല്ലൊരു സ്പോട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഈ ബുർജ് ഖലീഫയുടെ നിയർ നല്ല കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. ഈ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒത്തിരി നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത ഷോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം മുതലേ ഞങ്ങൾ അതിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു ചാറ്റലൊക്കെ കൊള്ളുന്ന പോലെ ചെറുതായിട്ട് വാട്ടറൊക്കെ അവിടെ മേത്താവുന്നുണ്ട്. ബട്ട് അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, എത്ര വട്ടം കണ്ടാലും ദുബായിലുള്ള ആൾക്കാർക്ക് മടുക്കാത്ത ഒരു കാര്യമായിരിക്കും. ഈ ബുർജ് ഖലീഫയും ആ ഒരു സോങ്ങും കാര്യങ്ങളും. ഞാൻ സോങ് ഇതിന് ഓൾറെഡി ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ആക്കാതെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ്. അങ്ങനെ ഈ ഫൗണ്ടെയിൻ ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ദുബായ് മാളിൻ്റെ ഉള്ളിലുള്ള പ്രൈമാർക്കിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ മിർദീഫിനകത്തുള്ളതൊന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു, പക്ഷേ അതിലും ഒത്തിരി വലുതാണ് ദുബായ് മാളിലുള്ളത്. അവിടെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാം, എന്തെങ്കിലും കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ആദ്യം വിചാരിച്ച് ഫുഡ് കോർട്ടിൽ പോകാമെന്നാണ്. ബട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഹൈഡ്ലാവോ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് നൂഡിൽസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. ഈ നമുക്ക് വേണ്ട സൂപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഓർഡർ ചെയ്യാം. ആ സൂപ്പിനകത്ത് നമ്മൾ ബോയിൽ ചെയ്ത് നമുക്ക് കഴിക്കാം. നമുക്ക് ചിക്കൻ, ബീഫ്, മഷ്റൂംസ് അങ്ങനെ വെറൈറ്റി നമ്പേഴ്സ് ഓഫ് വെറൈറ്റീസ് അവിടെയുണ്ട്. ഞങ്ങൾ ചൂസ് ചെയ്തത് ചിക്കനാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചിക്കനും 2 സൂപ്പും. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ചൂസ് ചെയ്ത 2 സൂപ്പിലും കുറച്ച് സ്പൈസ് ഉണ്ടായിരുന്നു. നിങ്ങൾ സ്പൈസിനെസ് ഒന്നും ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ തന്നെയാണ് സോസും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. നമുക്ക് സോസും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ മഷ്റൂംസ്, ക്രഷ് ചെയ്തിട്ടുള്ള ബീഫ്, ചിക്കൻ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനുള്ളിൽ നിന്ന് പോയി കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു. അതിനകത്ത് ചില്ലി സോസസ് ഉണ്ട്, ടൊമാറ്റോ സോസസ് ഉണ്ട്, ബേബി ടൊമാറ്റോസ് ഉണ്ട്. അങ്ങനെ കുറേ ലീഫാണെങ്കിലും അങ്ങനെ അവരുടേതായിട്ടുള്ള കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സൂപ്പ് ഒന്ന് ചൂടാകാൻ വേണ്ടി കൊണ്ടുവച്ചിട്ട് പോയേക്കുവാണ്. അത് ചൂടാവുന്ന ടൈമിൽ നമുക്ക് ഡാൻസിങ് നൂഡിൽസ് ചെയ്യും. അത് ലൈവായിട്ട് നമ്മൾ ചെയ്തു കാണിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ ചൂസ് ചെയ്ത ഡാൻസിങ് നൂഡിൽസ് ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആളെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ആ മഷ്റൂംസിൻ്റെ സാലഡ്സ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ മുസംബീസ്, ടൊമാറ്റോസ്, വേറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു അവിടുന്ന്. കമ്പയറിങ് ടു നൂഡിൽസ്, ഞാനൊരു റൈസ് ലവറാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഫ്രൈഡ് റൈസ്, ബിരിയാണി, മന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നൂഡിൽസിനെ കഴിഞ്ഞ് ഇഷ്ടമുള്ളത്. സോ ഞാൻ അവിടെ ചെന്നപ്പോൾ എപ്പോഴത്തെയും പോലെയും ഒരു ഫ്രൈഡ് റൈസ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞാനാണത് മൊത്തം അവിടെ നിന്ന് കഴിച്ച് തീർത്തത്. ദെൻ ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ, ഞങ്ങളൊരു പെപ്പർ ചിക്കനും ഒരു നോർമൽ ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. ഇപ്പം ആ സൂപ്പ് കണ്ടോ, നല്ലപോലെ ഒരു തിളച്ചൊക്കെ വരുന്ന പോലെ നല്ലപോലെ ഹോട്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിനകത്തേക്ക് ആ ചിക്കൻ ഇട്ടിട്ട് ബോയിൽ ചെയ്തിട്ട് കഴിക്കും. നമുക്ക് ആ സൂപ്പ് അല്ലാണ്ട് തന്നെ കുടിച്ച് നോക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളൊരു മിൽക്ക് പ്ലസ് സ്പൈസാണ് ഒരെണ്ണം ഓർഡർ ചെയ്തത്. ഒരെണ്ണം നല്ല സ്പൈസി ആയിരുന്നു. അതിന് ഭയങ്കര ഒരു മല്ലിയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ മല്ലിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, കാരണം അത് അവരുടെ ഒരു ഫ്ലേവറാണ്. ഞങ്ങൾക്ക് മല്ലിയുടെ ആ ഒരു ടേസ്റ്റ് വന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് നൂഡിൽസും കാര്യങ്ങളൊക്കെ അവരവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. കുറച്ച് സൂപ്പും കാര്യങ്ങളൊക്കെ കുടിച്ചു.
ചിക്കൻ ഒരു 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 4 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി. ആൾ വന്ന് നമ്മളോട് ഫസ്റ്റ് തന്നെ പെർമിഷൻ ചോദിച്ചു, ഞാനൊരു സോങ് പ്ലേ ചെയ്തോട്ടെ. ഞങ്ങൾ പറഞ്ഞു ഓക്കെ യു ക്യാൻ. അവർ സോങ്ങൊക്കെ പ്ലേ ചെയ്ത് ആ നൂഡിൽസ് വെച്ചിട്ട് ഡാൻസ് ചെയ്തു. നല്ലൊരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിവിടുന്ന് എൻ്റെ യൂട്യൂബ് ബ്ലോഗിനുള്ള വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ജോയൽ നമുക്ക് റീൽസ് ഇടാനും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് മത്സരിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ദെൻ അവരിതെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ സൂപ്പിലേക്ക് ഇട്ട് തരും നമുക്ക്. അത് ഞങ്ങൾ 50-50 ചെയ്ത് 2 സൂപ്പിലും ബോയിൽ ചെയ്തായിരുന്നു. ബിക്കോസ് നമുക്ക് 2 വെറൈറ്റി ടേസ്റ്റിൽ കിട്ടുന്നതുകൊണ്ട്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ ഓക്കെ അല്ലേ, നമ്മൾ കംഫർട്ടബിൾ അല്ലേ ഒക്കെ ഉറപ്പ് വരുത്തുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നീഡ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ വാട്ടർ ഉണ്ടോ അതുണ്ടോ ഒരു കാര്യത്തിലും നമുക്കൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു സൂപ്പ് ഒന്ന് ഹോട്ട് ആവാനുള്ളൊരു ടൈം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരു കാര്യത്തിനും ഇവിടെ വന്നിട്ട് ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ദുബായിൽ വന്നിട്ട് തന്നെ നമ്മൾ ഒത്തിരി വെറൈറ്റി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഡാൻസിങ് നൂഡിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോസിൽ ഇതിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിത് അറിഞ്ഞുകൊണ്ടും കയറിയതല്ല. ജസ്റ്റ് വന്നപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു അത്ഭുതം പോലെയായിരുന്നു. കൊള്ളാലോ, ഞാൻ പണ്ട് കൊറിയൻ സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്, അല്ലാണ്ട് നമ്മൾ റിയലായിട്ട് ആദ്യമായിട്ടാണത് കണ്ടത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇവരുടെ നൂഡിൽസ് ആണെങ്കിലും മഷ്റൂംസ് ആണെങ്കിലും സാലഡ്സൊക്കെ എല്ലാം സൂപ്പർ ക്വാളിറ്റി ആയിരുന്നു. ഒന്നിനും നമുക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ ആ ബോയിൽ ചെയ്ത ചിക്കനും കാര്യങ്ങളും എല്ലാം കൂട്ടി റൈസും കാര്യങ്ങളൊക്കെ കഴിച്ചു നോക്കി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിത് ബോയിൽ ചെയ്തിട്ടുള്ള ചിക്കനായിരുന്നു. ചിക്കൻ നമുക്കിനി ഈ 2 സൂപ്പിനകത്ത് വേണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് വാട്ടറും ഉണ്ട്, അതിനകത്തും ബോയിൽ ചെയ്ത് കഴിക്കാം. പക്ഷേ ഒരു മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഹോട്ട് വാട്ടർ ചെയ്യുമ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നമുക്ക് ഇച്ചിരി മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സോ അവരുടെ സ്റ്റൈലായിരിക്കും, അവർക്ക് ഇഷ്ടമായിരിക്കും ചുമ്മാ ഹോട്ട് വാട്ടറിൽ ബോയിൽ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കുറച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ലപോലെ ഏരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ 2 എണ്ണവും സ്പൈസിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജോയലിനൊരു മുസമ്പിയൊക്കെ എടുത്തു ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇച്ചിരി സ്പൈസസ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് അത്ര ഒരു സ്പൈസിനെസ് ഇല്ലായിരുന്നു. ബട്ട് അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മഷ്റൂം. ഇത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. ചുമ്മാ കഴിക്കാനാണെങ്കിലും ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ബൗൾ തീർത്ത് ഞാൻ സെക്കൻഡ് ബൗൾ എടുത്തതാണ്. ഇത് ജസ്റ്റ് സാൾട്ട് മാത്രം ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. അതിനകത്ത് വേറെ സ്പൈസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു, ബില്ലൊക്കെ പേ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ദുബായിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഇറങ്ങുമ്പം അവർ നമുക്ക് ഗിഫ്റ്റ് തരുന്നത്. അങ്ങോട്ടേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ഫുഡ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങോട്ടേക്ക് അവർ നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. ആദ്യം വിചാരിച്ചു ഒരു പാണ്ട മാത്രമാണ് നമുക്ക് അവർ ഗിഫ്റ്റ് തരുന്നതെന്ന്. പക്ഷെ അല്ലായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവർ നമുക്കൊരു 4 പാക്കറ്റ്സിൽ ചിപ്സും കാര്യങ്ങളൊക്കെ തന്നു. അവരുടെ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് എൻ്റെ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.